ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പം നമുക്ക് മൊഡ്യൂൾ 6-ലെ ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ലഡ്ജ് ഡൈജഷൻ എന്താണെന്നുള്ളതാണ് നോക്കിയത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസൈൻ ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പം ആദ്യമേ നമുക്ക് ഡിസൈൻ കൺസിഡറേഷൻസ് എന്തൊക്കെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്യണമെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം. ഓക്കെ, അപ്പം ഡൈജഷൻ ടാങ്ക് സാധാരണ നമ്മൾ സിലിണ്ടറിക്കൽ ഷേപ്ഡ് ടാങ്കാണ് സാധാരണ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിന് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ പ്ലാൻ വ്യൂവിൽ സർക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ റേഞ്ച് ചെയ്യേണ്ടത് 3 to 12 meters ആണ്. ഓക്കെ, അതേപോലെ തന്നെ ആ ടാങ്കിൻ്റെ ബോട്ടം വരുമ്പം നിങ്ങൾ കൺവെൻഷണൽ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിൻ്റെ ഫിഗർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു ഫിഗർ ഓർക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ പോലെ വരുന്നു. താഴെ ആകുമ്പോൾ ഒരു ഹൂപ്പേർഡ് ബോട്ടം എന്ന് വെച്ചാൽ ശരി സ്ലോപ്പിൽ രണ്ട് സൈഡിൽ നിന്ന് സ്ലോപ്പ് എടുത്തിട്ട് ആണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നത് ഡൈജസ്റ്റിംഗ് സ്ലഡ്ജ് താഴെ വന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ലോപ്പിൻ്റെ റേഞ്ച് പറയുന്നത് അബൌട്ട് 1:1 to 1:3 വരെയൊക്കെ ആകാം. ഓക്കെ, ഇനി ഈ സ്ലഡ്ജിനെ നമുക്ക് മൂവ് ചെയ്യാൻ മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആ ബോട്ടം അധികം സ്ലോപ്പ് കൊടുക്കാതെ നമുക്ക് വേണേൽ ഫ്ലാറ്റ് ആയിട്ട് വേണേൽ കൊടുക്കാം. ഓക്കെ, അത് ആ മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് അതിനായിട്ട് കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദ ഡെപ്ത് ഓഫ് ഡൈജഷൻ ടാങ്ക് ഈസ് യൂഷ്വലി കെപ്റ്റ് അബൌട്ട് 6 meter. ഓക്കെ, 6 meter ഒക്കെയാണ് സാധാരണ നമ്മൾ എടുക്കാറ് ആ ഒരു ഡൈജഷൻ ടാങ്കിന്റെ ഡെപ്ത്. അതിൽ കൂടുതലായ എന്ന് വെച്ചാൽ ഡീപ്പർ ആയാൽ അപ്പം അത്രയും കോസ്റ്റ് ആവും അല്ലേ. ടാങ്കിന്റെ ഡെപ്ത് കൂടുന്തോറും അത്രയും ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള കോസ്റ്റ് ആവും. ഓക്കെ, അതുപോലെ തന്നെ കോസ്റ്റ് ആയാൽ പോലും നല്ല എഫക്റ്റീവ് ആണ്. എന്താണ് ഡെപ്ത് കൂടുന്തോറും അത്രയും കൂടെ കപ്പാസിറ്റി അവിടെ കിട്ടുമ്പോൾ അത്രയും എഫക്റ്റീവ്നെസ് കൂടുമെങ്കിൽ പോലും കോസ്റ്റ്ലി ആയതുകൊണ്ട് സാധാരണ ആരും 6 meter കൂടുതൽ എടുക്കാറില്ല ഡിസൈൻ ചെയ്യുമ്പോൾ. Except in very large plants, it is usual not to provide more than 2 units. ഓക്കെ, അതേപോലെ ലാർജ് പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്തെടുക്കും, ഒന്നിൽ കൂടുതൽ ഡൈജഷൻ ടാങ്ക് കൊടുക്കും. 2 ടാങ്ക് അതിൽ കൂടുതൽ കൊടുക്കാറില്ല. ഓക്കെ, the capacity of digestion tank is a function of sludge production, digestion period, degree of digestion required, loss of moisture and conversion of organic matter. Okay, അപ്പം ഡൈജഷൻ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. എന്തുമാത്രം സ്ലഡ്ജ് പ്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ ഡൈജഷൻ പീരീഡ് എന്തുമാത്രമാണ്, അതിൻ്റെ ഡിഗ്രി ഓഫ് ഡൈജഷൻ എന്തുമാത്രം മോയ്സ്ചർ ലോസ്റ്റായി, ഓർഗാനിക് മാറ്റർ എന്തുമാത്രം കൺവേർട്ടായി, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും കപ്പാസിറ്റി ഓഫ് ഡൈജഷൻ ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ദി പ്രോഗ്രസ് ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ ഈസ് അസ്യൂം ടു ബി ലീനിയർ ദെൻ ദി കപ്പാസിറ്റി ഓഫ് ഡൈജഷൻ ടാങ്ക് ഈസ് ഗിവൻ അസ്. എന്ന് വെച്ചാൽ സ്ലഡ്ജ് ഡൈജഷൻ എന്ന പ്രോസസ്സ് ഒരു ലീനിയർ പ്രോസസ്സാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ, ലീനിയർ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കൊടുക്കുന്ന അത്രയും സ്ലഡ്ജ് തന്നെ എന്താണ് ഡൈജഷൻ നടക്കുന്നുണ്ട്. കൊടുക്കുന്ന അത്രയും സ്ലഡ്ജിൻ്റെത് കറക്റ്റ് ടൈമിൽ തന്നെ ഡൈജഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ലീനിയർ അല്ലേ. ലീനിയർ ആയിട്ടാണല്ലോ അതിൻ്റെ പ്രോഗ്രഷൻ പോകുന്നത്. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇൻപുട്ട് സ്ലഡ്ജും ഡൈജസ്റ്റർ സ്ലഡ്ജും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു വെർട്ടിക്കലായിട്ട് ഒറിജിനിൽ കൂടെ പോകുന്ന ഒരു വെർട്ടിക്കൽ ഇൻക്ലൈൻഡ് ലൈൻ നമുക്ക് കിട്ടും. അപ്പോൾ ലീനിയർ പ്രൊജക്ഷനാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഡൈജഷൻ ടാങ്കിന്റെ കപ്പാസിറ്റി ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ക്യാപിറ്റൽ വി ഈക്വൽ ടു V1 + V2/2 × T. അതിൽ ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് ഇവിടെ ക്യാപിറ്റൽ വി ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. അത് വോളിയം ഓഫ് ഡൈജഷൻ ടാങ്ക്. ഓക്കെ, മീറ്റർ ക്യൂബിൽ. V1 എന്ന് പറയുന്നത് റോ സ്ലഡ്ജ് ആഡഡ് പെർ ഡേ, മീറ്റർ ക്യൂബ് പെർ ഡേ. ഓക്കെ, എന്ന് വെച്ചാൽ ആ ഡൈജഷൻ ടാങ്കിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന റോ സ്ലഡ്ജ് എന്ന് വെച്ചാൽ അങ്ങോട്ട് ആഡ് ചെയ്യുന്ന സ്ലഡ്ജിന്റെ അതിന്റെ വോളിയമാണ് V1. ഇനി V2 എന്ന് പറയുന്നത് ഇക്വലന്റ് ഡൈജസ്റ്റഡ് സ്ലഡ്ജ് പ്രൊഡ്യൂസ്ഡ് പെർ ഡേ ഓൺ കംപ്ലീഷൻ ഓഫ് ഡൈജഷൻ. ഡൈജഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ഉണ്ടാവുമല്ലോ, അതിന്റെ വോളിയമാണ് മീറ്റർ ക്യൂബ് പെർ ഡേ. ഓക്കെ, സ്മോൾ ടി എന്ന് പറയുന്നത് ഡൈജഷൻ പീരീഡ് ആണ്, ഡേയ്സിലാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഇനി വെൻ ദി ഡെയിലി ഡൈജസ്റ്റഡ് സ്ലഡ്ജ് കുഡ് നോട്ട് ബി റിമൂവ്ഡ് even though digestion gets completed due to the factors such as monsoon season, winter season, etc., then separate capacity for its storage should be provided in the tank. എന്ന് വെച്ചാൽ നമ്മൾ ഡൈജഷൻ എല്ലാം കഴിഞ്ഞാൽ പോലും നമുക്ക് ചിലപ്പോൾ ഡൈജഷൻ ടാങ്കിൽ നിന്ന് ആ സ്ലഡ്ജിനെ മാറ്റാൻ പറ്റത്തില്ലായിരിക്കും. അതിൻ്റെ പല ഫാക്ടേഴ്സ് കാരണമായിരിക്കും. ഒന്നെങ്കിൽ അവിടെ മൺസൂൺ സീസൺ ഒക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഡൈജഷൻ ടാങ്കിൽ നിന്ന് നേരെ ഇനി അത് സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡിലോട്ടാണ് വിടേണ്ടത്. അപ്പം മൺസൂൺ സീസൺ ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ വിന്റർ സീസൺ ആകുമ്പോൾ നമുക്ക് സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡിൽ നമുക്ക് അതിനെ ഡ്രൈ ചേർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ അതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അങ്ങനത്തെ കേസിലുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ദിസ് കപ്പാസിറ്റി ഇവൻച്വലി അമൗണ്ട്സ് ടു V2 × T. അപ്പം നമ്മൾ ആ ടാങ്കിൽ തന്നെ പിന്നെ എന്താണ് സ്റ്റോർ ചെയ്യേണ്ടി വരും. ആ ഒരു കപ്പാസിറ്റിനെ നമ്മൾ എന്താ പറയുന്നത്, ഡൈജസ്റ്റർ സ്ലഡ്ജിന്റെ വോളിയം എത്രയാണ് V2 അല്ലേ, അത് ഇൻറ്റു ഒരു ടി എന്ന് പറയുന്നത് മൺസൂൺ സീസൺ എന്തുമാത്രം സ്റ്റോർ ചെയ്യണം, ആ മൺസൂൺ സീസൺ എത്രമാത്രം കാണും, ആ ഡേയ്സിന്റെ വാല്യൂ ആണ് ക്യാപിറ്റൽ T എന്ന് പറയുന്നത്.
ഓക്കെ, അവിടെ where T is the number of days for which the digester sludge is stored and is called monsoon storage. ഓക്കെ, അപ്പം V2 into T എന്ന് പറയുന്നതിനെ നമുക്ക് മൺസൂൺ സ്റ്റോറേജ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ ഡൈജസ്റ്റർ വോളിയം ഈസ് ഗിവൺ ബൈ, നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു, V1 plus V2 by 2 into small t. അതിൻ്റെ കൂടെ എന്താണ് ഈ എക്സ്ട്രാ മൺസൂൺ സ്റ്റോറേജ് കൂടെ ആഡ് ചെയ്യണം അല്ലേ, V2 into T എന്നുള്ള വാല്യൂ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് എപ്പോഴാണ് ലീനിയർ ആയിട്ടാണ് ആ ഒരു പ്രോസസ്സ് എങ്കിൽ. പക്ഷെ എപ്പോഴും അങ്ങനെയാണോ, എന്താണ് നമ്മൾ കൊടുക്കുന്ന അത്രയും കറക്റ്റായിട്ട് ഡൈജഷനൊക്കെ നടക്കുമോ? ഇല്ല. പ്രാക്ടിക്കലി പറയുവാണെങ്കിൽ അങ്ങനെ നടക്കത്തില്ല. ഒരു പാരബോളിക് ആയിട്ടാണ് അതിനൊരു നേച്ചർ പോകുന്നത്. അതാണ് അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഹൗഎവർ വെൻ ദി ചേഞ്ച് ഡ്യൂറിങ് ഡൈജഷൻ ഈസ് അസ്യൂം ടു ബി പാരബോളിക് റാദർ ദാൻ ലീനിയർ, ദ ആവറേജ് വോളിയം ഓഫ് ഡൈജസ്റ്റിംഗ് സ്ലഷ് വിൽ ബി ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയല്ല, ലീനിയർ അല്ല, ഒരു പാരബോളിക് നേച്ചർ ആയിട്ട്, എന്ന് വെച്ചാൽ കൊടുക്കുന്ന അത്രയും ഡൈജഷൻ ആകുന്നില്ല. ആ ഒരു കേസിലാവുമ്പോൾ അതിനെ പാരബോളിക് നേച്ചർ എന്നാണ് പറയുന്നത്. അപ്പോഴത്തെ കേസിൽ വോളിയം ഓഫ് കപ്പാസിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് ഡൈജഷൻ ടാങ്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ വാല്യൂ ഇൻറ്റു സ്മോൾ ടി. ഓക്കെ, നമ്മുടെ ഈ V1 plus V2 by 2 പകരം ഈ ഒരു വാല്യൂ വരും, അത് ഇൻറ്റു സ്മോൾ ടി ചെയ്യണം, അവിടുത്തെ ഡൈജഷൻ പീരീഡ് ചെയ്യണം. ഓക്കെ, ഇത് വിത്തൗട്ട് മൺസൂൺ സ്റ്റോറേജ്. ഇനി വിത്ത് മൺസൂൺ സ്റ്റോറേജ് ആകുമ്പോൾ നേരത്തെ ആ സെയിം വാല്യൂ തന്നെ ആവും, ഈ വാല്യൂ കൂടെ പ്ലസ് ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ പ്രാക്ടിക്കലി സാധാരണ ഡൈജഷൻ ടാങ്ക് ഡിസൈൻ ചെയ്യുമ്പോൾ എടുക്കേണ്ടത് ഈ ഇക്വേഷനാണ്. ഓക്കെ, V1 minus 2 by 3 into V1 minus V2. V1 എന്ന് പറഞ്ഞാൽ റോ സ്ലഡ്ജിന്റെ വോളിയം, V2 എന്ന് പറയുന്നത് ഡൈജഷൻ ആയിട്ട് കഴിഞ്ഞ് പോയതിന്റെ വോളിയം. ഓക്കെ, മീറ്റർ ക്യൂബ് പെർ ഡേയിൽ. ഓക്കെ, ദ കപ്പാസിറ്റി ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് കാൽക്കുലേറ്റഡ് എബോവ് may also be modified for the following additional factors. ഓക്കെ, ഈ കപ്പാസിറ്റി ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതിനെ വേണമെങ്കിൽ പല കേസിൽ ചിലപ്പോൾ ആ ഒരു കപ്പാസിറ്റിയുടെ വാല്യൂനെ മോഡിഫൈ ചെയ്യേണ്ടി വരും. ഓരോ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഒന്ന് എമൗണ്ട് ഓഫ് സ്ലഡ്ജ് വിഡ്രോൺ ആൻഡ് ഇറ്റ്സ് ഇൻട്രവൽ, എന്തുമാത്രം സ്ലഡ്ജ് ഉണ്ടായി, എന്തുമാത്രം വിഡ്രോ ചെയ്തു, അത് എന്തുമാത്രം ടൈം ഇൻട്രവലാണ് വിഡ്രോ ചെയ്തത്, ഇതൊക്കെ ഒരു ഫാക്ടറാണ് കപ്പാസിറ്റി ചേഞ്ച് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ ടോപ്പിൽ ഒരു ഫ്രീ ബോർഡ് കൊടുത്തിട്ടുണ്ടോ, നമ്മൾ സാധാരണ എന്ത് ടാങ്ക് ഡിസൈൻ ചെയ്യുമ്പോഴും ടാങ്കിൻ്റെ ഒരു ഡെപ്ത് പ്ലസ് ഒരു ഫ്രീ ബോർഡ് കൂടെ ഒരു 0.3 മീറ്ററോ അല്ലെങ്കിൽ 0.5 മീറ്റർ കൊടുക്കും, അപ്പോൾ അത് കൊടുക്കണം. പിന്നെ എന്താണ്, വിന്റർ ടൈമിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും, അപ്പോൾ അതിൻ്റെ ഒരു പ്രൊവിഷൻ കൊടുക്കണം. പിന്നെ ടൈപ്പ് ഓഫ് പ്രീ ട്രീറ്റ്മെന്റ് ഗിവൻ ടു ഫ്രഷ് സ്ലഡ്ജിൽ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തു അതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. ഗ്യാസ് കളക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അപ്പോൾ അത് ഗ്യാസ് കളക്ട് ചെയ്യാനുള്ള ചിലപ്പോൾ ഇച്ചിരി സ്പേസ് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം കൂടുന്നതാണ് സത്യം പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് ഡൈജഷൻ ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ഓൾ ദീസ് വേരിയബിൾ ഫാക്ടേഴ്സ് ദ ഡൈജഷൻ ടാങ്ക്സ് ആർ ഓൾസോ ഡിസൈൻ ഓൺ പെർ ക്യാപിറ്റ ബേസിസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ചിലപ്പം ഡൈജഷൻ ടാങ്കിനെ പെർ ക്യാപിറ്റ ബേസിസിലും ഡിസൈൻ ചെയ്യാറുണ്ട്. ഓക്കെ, ദ കപ്പാസിറ്റി പ്രൊവൈഡഡ് പെർ ക്യാപിറ്റ മേ റേഞ്ച് ബിറ്റ്വീൻ 21 to 61 liters പെർ ക്യാപിറ്റ. എന്ന് വെച്ചാൽ ഒരാൾക്ക് വേണ്ടി ചിലപ്പോൾ 21 തൊട്ട് 61 liters വരെയുള്ള കപ്പാസിറ്റി ഉള്ള ഡൈജഷൻ ടാങ്ക് വരെ ചിലപ്പോൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അതിൻ്റെ ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് ഓഫ് റോ സ്ലഷ് ടു ബി ഡൈജസ്റ്റഡും കിലോഗ്രാം ഓഫ് വോളറ്റൈൽ സോളിഡ്സ് പ്രസന്റ് പെർ ക്യൂബിക് മീറ്റർ ഓഫ് സ്ലഷ് പെർ മന്ത് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് പെർ ക്യാപിറ്റ കപ്പാസിറ്റി ഇൻ ക്യൂബിക് മീറ്റർ പെർ ക്യാപിറ്റ എന്ന് വെച്ചാൽ പ്രൈമറി സ്ലഡ്ജ് മാത്രം ആണെങ്കിൽ അത് പെർ ക്യാപിറ്റ നമ്മൾ എടുക്കേണ്ട ഡൈജഷൻ ടാങ്കിന്റെ വോളിയത്തിന്റെ വാല്യൂ ആണ് 0.021 മീറ്റർ ക്യൂബ് എന്നുള്ളത്. അങ്ങനെ ഒരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. Okay, as pointed out earlier, the amount of slush gas produced in the digestion tank ranges between 14 to 28 liters per capita per day. Okay, sludge digestion tankന്റെ എമൗണ്ടിന്റെ സ്ലഡ്ജിനകത്ത് ഉണ്ടാകുന്ന ഡൈജഷൻ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുമ്പോൾ സ്ലഡ്ജ് ഗ്യാസ് ഉണ്ടാവില്ല, അതിന്റെ എമൗണ്ടിനെ പറ്റിയാണ് പറയുന്നത്. പെർ ക്യാപിറ്റ പെർ ഡേ 14 to 28 liters വരെയൊക്കെ ഗ്യാസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 70 liters പെർ ക്യാപിറ്റ പെർ ഡേ ഓർ 900 liters പെർ ഗ്രാം ഓഫ് വോളറ്റൈൽ സോളിഡിൽ നിന്ന് അത്രയും ഗ്യാസ് ഉണ്ടാവും. ഓക്കെ, ദ ഗ്യാസ് കളക്ടഡ് മേ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഓപ്പറേറ്റിംഗ് ഗ്യാസ് എൻജിൻസ് ആൻഡ് ഫോർ ഹീറ്റിംഗ് സ്ലഷ് ടു പ്രൊമോട്ട് ക്വിക്ക് ഡൈജഷൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഹീറ്റിംഗ് ചെയ്യേണ്ടി വരും, നമ്മൾ എയറോബിക് ഡൈജഷനിൽ പറഞ്ഞ് ഹീറ്റിംഗ് ചെയ്തു എന്നൊക്കെ, അപ്പോൾ അവിടെയൊക്കെ ഹീറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ഗ്യാസ് നമുക്ക് യൂസ് ചെയ്യാം. However, the gas collection and its utilization is found fruitful only in case of large plants serving more than 50,000 persons, so as to produce at least about 800 to 1000 cubic meter of gas per day. Okay, അപ്പം ഈ ഗ്യാസ് കളക്ഷൻ എന്ന് പറയുന്നത് അത്രയും എമൗണ്ട് ഓഫ് ആൾക്കാർ ഉള്ളിടത്ത് മാത്രമേ അത് കളക്ട് ചെയ്ത കാര്യമുള്ളൂ, ലാർജ് പ്ലാന്റ് ഒക്കെ ആണെങ്കിലേ ഉള്ളൂ കാര്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡിസൈൻ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഡിസൈൻ എ ഡൈജഷൻ ടാങ്ക് ഫോർ ദി പ്രൈമറി സ്ലഡ്ജ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ഡാറ്റ.
ആവറേജ് ഫ്ലോ വാല്യൂ വന്നിട്ടുണ്ട് 20 mld. 20 mld. ml എന്ന് വെച്ചാൽ മില്യൺ ലിറ്റർ പെർ ഡേ. ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ് ഇൻ റോ സ്ലഡ്ജ്, അങ്ങോട്ട് വരുന്ന സ്ലഡ്ജിനകത്തുള്ള ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സിന്റെ വാല്യൂ 300 milligram per liter ആണ് വന്നിട്ടുണ്ട്. മോയിസ്റ്റർ കണ്ടന്റ് ഓഫ് ദി ഡൈജസ്റ്റർ സ്ലഡ്ജ്, ഡൈജഷൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന സ്ലഡ്ജിന്റെ മോയിസ്റ്റർ കണ്ടന്റ് 85% വന്നിട്ടുണ്ട്. ഇനിയും പറഞ്ഞിരിക്കുന്നത് അസ്യൂം എനി അതർ സ്യൂട്ടബിൾ ഡാറ്റ യു റിക്വയർ, വേറെ എന്തോ ഉള്ളത് അസ്യൂം ചെയ്യണമെങ്കിൽ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവറേജ് സീവേജ് ഫ്ലോ 20 mld തന്നിട്ടുണ്ട്. ടോട്ടൽ സസ്പെൻഡഡ് സോളിഡിന്റെ വാല്യൂ 300 milligram per liter തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 20 mldക്ക് ഉള്ളിൽ എന്തുമാത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കണമല്ലോ അല്ലേ. അപ്പം മാസ് ഓഫ് സസ്പെൻഡ് സോളിഡ്സ് ഇൻ 20 million liter ഓഫ് സീവേജ് ഫ്ലോയിങ് പെർ ഡേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 300 × 20 × 10⁶ ചെയ്യുമ്പോൾ നമുക്ക് മില്ലിഗ്രാമിൽ കിട്ടും. നമുക്ക് കിലോഗ്രാമിലാണ് വേണ്ട. അപ്പോൾ അതേ ഡിവൈഡ് ബൈ 10⁶ ചെയ്യുമ്പം 6000 kilogram per day എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് സസ്പെൻഡ് സോളിഡ്സ് മൊത്തത്തിൽ നമ്മുടെ ഉള്ള വെള്ളത്തിനകത്തുള്ള സസ്പെൻഡ് സോളിഡ്സിന് മാസ് കിട്ടി. ഇനി നമ്മൾ അസ്യൂം ചെയ്യാൻ പോകണേ, അസ്യൂമിങ് ദാറ്റ് 65% ഓഫ് സോളിഡ്സ് ആർ റിമൂവ്ഡ് ഇൻ പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക്. ഓക്കെ, എന്ന് വെച്ചാൽ ആ ഒരു സീവേജിനുള്ളിൽ ഇത്രയും എമൗണ്ട് ഓഫ് സസ്പെൻഡ് സോളിഡ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഡൈജഷൻ ടാങ്കിന് എത്തുന്ന ആ ഒരു സീവേജ് എന്ന് പറയുന്നത് പ്രൈമറി സ്ലഡ്ജ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് കിട്ടിയ സ്ലഡ്ജ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ അസ്യൂം ചെയ്തു ഇത്രയും എമൗണ്ട് ആണല്ലോ ആദ്യമേ ആ ഒരു സീവേജിനുള്ളിലുള്ള സസ്പെൻഡ് സോളിഡ്സിന്റെ വാല്യൂ. അപ്പം അതിലെ കുറേയൊക്കെ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ എന്താണ് സെറ്റിലായി നമ്മൾ അങ്ങ് അസ്യൂം ചെയ്തു. അപ്പോൾ 65% നമ്മളത് ആ ഒരു പോർഷനൊക്കെ പറഞ്ഞപ്പോൾ പഠിച്ചിരുന്നു. പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നമുക്ക് ഒരു 60 to 70% സ്ലഡ്ജിനെ റിമൂവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു. മീൻസ് സെറ്റിൽ ചെയ്യാം, പാർട്ടിക്കിൾസിന് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് അസ്യൂം ചെയ്തത് 65% ഈ ഒരു ഇത്രയും എമൗണ്ടിലെ 65% സെറ്റിലിംഗ് ടാങ്കിൽ വെച്ച്, പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ വെച്ച് തന്നെ സെറ്റിലായി നമ്മളങ്ങ് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ആ ഒരു എമൗണ്ട്? കിലോഗ്രാമിൽ വാല്യൂ വേണമല്ലോ അല്ലേ. മാസ് ഓഫ് സോളിഡ്സ് റിമൂവ്ഡ് ഇൻ ദി പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് 65% ഓഫ് 6000 kilogram per day. അപ്പം എന്ന് വെച്ചാൽ 3900 kilogram per day എന്താണ് നേരത്തെ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിലെ റിമൂവ് ആയി. ഓക്കെ, അപ്പം അതും കയ്യിലുണ്ട്. ഇനി ആ റിമൂവ് ആയതാണല്ലോ നമുക്ക് എന്ത് വേണ്ടത്, നമ്മുടെ സ്ലഡ്ജ് എന്ന് പറയുന്നത് അതിന് ആ അടിഞ്ഞതാണല്ലോ, ആ റിമൂവ് ആയതാണല്ലോ. ഓക്കെ, ഇനി നമ്മൾ അസ്യൂം ചെയ്യണേ, അസ്യൂമിങ് ദാറ്റ് ദ ഫ്രഷ് സ്ലഡ്ജ് ഹാസ് എ മോയിസ്റ്റർ കണ്ടന്റ് MC എന്ന് പറയുന്നത് മോയിസ്റ്റർ കണ്ടന്റ് ആണ്. അസ്യൂമിങ് ദാറ്റ് ദ ഫ്രഷ് സ്ലഡ്ജ് ഹാസ് എ മോയിസ്റ്റർ കണ്ടന്റ് ഓഫ് 95%, വി ഹാവ്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്തു അങ്ങോട്ട് വരുന്ന സ്ലഡ്ജിനകത്ത്, ഫ്രഷ് സ്ലഡ്ജിനകത്ത് 95% മോയിസ്റ്റർ കണ്ടന്റ് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. കാര്യം ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഡൈജഷൻ കഴിഞ്ഞ സ്ലഡ്ജിനകത്ത് 85% ആണ് മോയിസ്റ്റർ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ എന്തായാലും മോയിസ്റ്റർ കണ്ടന്റ് ഫ്രഷ് സ്ലഡ്ജിൽ കാണണമല്ലോ. കാര്യം ഡൈജഷൻ ചെയ്ത് കഴിയുമ്പോൾ കുറയുമല്ലോ. അപ്പം അതേക്കാളും ഇച്ചിരി കൂട്ടിയപ്പോൾ നമ്മൾ 95% മോയിസ്റ്റർ കണ്ടന്റ് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എന്ന് വെച്ചാൽ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് വെച്ചാൽ വി ഹാവ് 5 kilogram ഓഫ് ഡ്രൈ സോളിഡ് എടുക്കുവാണെങ്കിൽ അതിൽ ആ 5 kilogram ഓഫ് ഡ്രൈ സോളിഡ്സ് വിൽ മേക്ക് 100 kg ഓഫ് വെറ്റ് സ്ലഡ്ജ് അല്ലേ. നിങ്ങളൊന്ന് അസ്യൂം ചെയ്താൽ മതി. കാര്യം 95% മോയിസ്റ്റർ കണ്ടന്റ് എന്നല്ലേ നമ്മൾ അസ്യൂം ചെയ്തേ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാലോ, 5 kilogram ഓഫ് ഡ്രൈ സോളിഡ് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അത് നമുക്ക് 100 kg ഓഫ് വെറ്റ് സ്ലഡ്ജ് ആക്കാം അല്ലേ. ഈ 95% നമ്മൾ വേറൊരു രീതിയിൽ എഴുതിക്കുവാണ്. 95% ഓഫ് മോയിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു 5 kilo ഓഫ് ഡ്രൈ സോളിഡ് എടുത്താൽ നമുക്കതിനെ 100 kilo ഓഫ് വെറ്റ് സ്ലഡ്ജ് ആക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ഡ്രൈ സോളിഡിനകത്ത് നമുക്ക് അത്രയും കൂടെ മോയിസ്റ്റർ വെള്ളം ആഡ് ചെയ്താൽ നമുക്ക് 100 kilogram ഓഫ് വെറ്റ് സ്ലഡ്ജ് ആവും അല്ലേ. ആ 95%-നെ വേറൊരു രീതിയിൽ എഴുതിയത് നമുക്ക് വേണ്ട രീതിയിൽ കൺവേർട്ട് ചെയ്തതാണ്. 5 kilogram ഓഫ് ഡ്രൈ സോളിഡ് വിൽ മേക്ക് 100 kg ഓഫ് വെറ്റ് സ്ലഡ്ജ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡ്രൈ സോളിഡിന്റെ വാല്യൂ എത്രയാണ്? 3900 ആണ് അല്ലേ. അതെന്തുമാത്രം എമൗണ്ട് ഓഫ് വെറ്റ് സ്ലഡ്ജ് ഉണ്ടാക്കും എന്നറിയണം അല്ലേ. അപ്പോൾ അതെത്രയാണ്? 100 ഡിവൈഡ് ബൈ 5 ഇൻറ്റു ഈ വാല്യൂ ചെയ്താൽ പോരെ. അപ്പം 78,000 kilogram ഓഫ് വെറ്റ് സ്ലഡ്ജ് പെർ ഡേ ഉണ്ടാവും, ഇത്രയും എമൗണ്ട് ഓഫ് ഡ്രൈ സോളിഡിന്. ഓക്കെ, അപ്പം അത് നമ്മൾ കണ്ടുപിടിച്ചു. വെറ്റ് സ്ലഡ്ജിന്റെ മാസ് കണ്ടുപിടിച്ചു. അപ്പം നമുക്കിനി വോളിയം ആണ് വേണ്ടത്. വെറ്റ് സ്ലഡ്ജിന്റെ വോളിയം വേണം. വോളിയം വേണമെങ്കിൽ മാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെൻസിറ്റി ഒക്കെ വെച്ച് ചെയ്യാലോ അല്ലേ. അപ്പം നമ്മൾ വെറ്റ് സ്ലഡ്ജിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്ത് എത്രയാണ്? 1.02. ഓക്കെ, വെറ്റ് സ്ലഡ്ജിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇതൊക്കെ എന്താണ് ഡൈജഷൻ മുന്നത്തെ കാര്യം കേട്ടോ. അപ്പം എന്ന് വെച്ചാൽ പ്രൈമറി സ്ലഡ്ജിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ് 1.02 നമ്മൾ അസ്യൂം ചെയ്തത്. 1.02 സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ നമുക്ക് അതിന്റെ ഡെൻസിറ്റി എങ്ങനെ എഴുതാൻ? ദാറ്റ് ഈസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1020 kilogram per meter cube എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോളിയം എങ്ങനെയാണ് കാണുന്നത്?
മാസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ചെയ്തു. അപ്പൊ നമുക്ക് 76.47 മീറ്റർ ക്യൂബ് പെർ ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? വോളിയം ഓഫ് റോ സ്ലഡ്ജ് എന്ന് വെച്ചാൽ എന്താണ്? V1ന്റെ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പം അത് കയ്യിൽ കിട്ടി, അത് അവിടെ വെച്ചേക്കുക. ഇനി നമുക്ക് V2 കണ്ടുപിടിക്കണം. V2 കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. നമ്മളത് തിയറി പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ നിങ്ങൾ അത് പഠിക്കണേ. വോളിയം ഓഫ് ഡൈജസ്റ്റർ സ്ലഡ്ജ് V2 at 85% ഓഫ് മോയ്സ്ചർ കണ്ടന്റ് ഇസ് ഗിവൺ ബൈ. അത് 85% ആണ് ഡൈജസ്റ്റർ സ്ലഡ്ജിന്റെ മോയ്സ്ചർ കണ്ടന്റ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കേട്ടോ, ആ വാല്യൂ ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ V2 കണ്ടുപിടിക്കാൻ ഇക്വേഷൻ V1 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 100 മൈനസ് P1 ഡിവൈഡ് ബൈ 100 മൈനസ് P2. P1 എന്ന് പറയുന്നത് ഫ്രഷ് സ്ലഡ്ജിന്റെ പെർസെൻറ്റേജ് മോയ്സ്ചർ കണ്ടന്റിന്റെ വാല്യൂ. P2 എന്ന് പറയുന്നത് ഡൈജസ്റ്റർ സ്ലഡ്ജിന്റെ മോയ്സ്ചർ കണ്ടന്റിന്റെ വാല്യൂ പെർസെൻറ്റേജിൽ കൊടുത്താൽ മതി. അപ്പോൾ 95 85 കൊടുത്തു. അത് ചെയ്ത് V1ന്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ, അത് ചെയ്ത് കിട്ടുന്നത് V2ന്റെ വാല്യൂ കിട്ടുന്നത് 25.49 മീറ്റർ ക്യൂബ് പെർ ഡേ എന്ന് കിട്ടി. V2ന്റെ വാല്യൂ കിട്ടി, V1 ഉണ്ട്, V2 കിട്ടി. അങ്ങനെയാണെങ്കിൽ നൗ അസ്യൂമിങ് ദി ഡൈജഷൻ പീരീഡ് as 30 days, 30 ദിവസമാണ് ഡൈജഷൻ പീരീഡ് എന്ന് നമ്മളങ്ങനെ അസ്യൂം ചെയ്തു. വി ഹാവ് ദ കപ്പാസിറ്റി ഓഫ് റിക്വയർഡ് ഡൈജഷൻ ടാങ്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പാരബോളിക് നേച്ചർ ആകുമ്പോൾ ഒരു ഇക്വേഷൻ V1 മൈനസ് 2/3 V1 മൈനസ് V2 ദ ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ T. ആ ഇക്വേഷനകത്ത് ബാക്കി എല്ലാം ഉണ്ട്. സ്മോൾ ടിയുടെ വാല്യൂ 30 days നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത് അത് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യൂബിക് മീറ്റർ ക്യൂബിൽ എന്ത് കിട്ടി? മൊത്തത്തിലുള്ള നമ്മുടെ ഡൈജഷൻ ടാങ്കിന്റെ കപ്പാസിറ്റി കിട്ടി അല്ലേ? നമുക്ക് ഡിസൈൻ ചെയ്യാനാ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഡെപ്തും കണ്ടുപിടിക്കണം. ഇതൊരു സർക്കുലർ ടാങ്ക് ആണെന്നല്ലേ നമ്മൾ അസ്യൂം ചെയ്യുന്നത്, മീൻസ് സിലിണ്ടറിക്കൽ. അപ്പം ഡയമീറ്ററും കണ്ടുപിടിക്കണം അല്ലേ? അപ്പം കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കും? ഈ ഡെപ്ത് അങ്ങ് അസ്യൂം ചെയ്യും. 6 മീറ്റർ ആണ് ഡെപ്ത് എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കാമല്ലോ അല്ലേ? വോളിയം ഡിവൈഡ് ബൈ ഡെപ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും. ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ടാങ്ക് കണ്ടുപിടിക്കാമല്ലോ. റൂട്ട് ഓഫ് ഈ വാല്യൂ ഡിവൈഡ് ബൈ π/4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡയമീറ്റർ ഓഫ് ദി ടാങ്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഹെൻസ് പ്രൊവൈഡ് എ സിലിണ്ടറിക്കൽ സ്ലഡ്ജ് ടാങ്ക് 6 meter deep and 16.5 meter dia with an additional hooper bottom of 1:1 slope for collection of digester sludge. ഓക്കെ, എന്നിട്ട് ഫിഗറും കൂടെ വരയ്ക്കണം. ഫിഗറിൽ മാർക്ക് ചെയ്യണം ഇത് 6 മീറ്റർ ആണെന്നുള്ളതും ഇത് 16.5 മീറ്റർ ആണ് ഡയമീറ്റർ എന്നുള്ളതും താഴത്തെ സ്ലോപ്പ് 1:1 ആണെന്നുള്ളതും വരയ്ക്കണം. ഓക്കെ, നിങ്ങൾ പ്രോബ്ലം ഫുള്ളും ചെയ്ത് കാൽക്കുലേഷൻ എല്ലാം ചെയ്തെന്ന് വെച്ചിട്ട് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ഫിഗറും കൂടെ വരയ്ക്കണം. ആ എന്ത് ഡിസൈൻ ചെയ്യാനാണ് നിങ്ങൾക്ക് എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗിൽ എന്ത് ഡിസൈൻ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ലാസ്റ്റ് കിട്ടിയ വാല്യൂസ് ഒരു ഫിഗർ ചെറുതായിട്ട് വരച്ചിട്ട് ആ ഫിഗേഴ്സിൽ ആ വാല്യൂസ് മാർക്ക് ചെയ്യാതെ നമ്മൾ ചെയ്തത് മൊത്തം കംപ്ലീറ്റ് ആകില്ല. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫുൾ ചെയ്താൽ ചിലപ്പോൾ 7 മാർക്ക് കിട്ടത്തുള്ളൂ. 3 മാർക്കിന് ഫോർ മാർക്കിംഗ് വാല്യൂസ് ഇൻ ദി ഫിഗർ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫിഗർ ഒരു റഫായിട്ടൊരു ഫിഗർ മതി, വലിയ ഗാന ഫിഗർ ഒന്നും വേണ്ട. റഫായിട്ട് നമുക്ക് അറിയാമെന്ന് മാർക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഫിഗർ എന്താണെന്നുള്ളത് നമുക്ക് അറിയാമെന്ന് നോക്കുന്ന ആൾക്ക്, വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഫിഗർ വരയ്ക്കാനും അത് മാർക്ക് ചെയ്യാൻ, ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാനും പറയുന്നത്. ഓക്കെ, അപ്പം പ്രോബ്ലം ചെയ്താൽ എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് വാല്യൂസ് ഒക്കെ അസ്യൂം ചെയ്യുവാണ്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ പ്രോബ്ലം പലത് നോക്കും കഴിയുമ്പം എന്തൊക്കെ വാല്യൂസ് എത്രയൊക്കെ അസ്യൂം ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ആ വാല്യൂസ് ഒക്കെ ഒന്നും പഠിച്ചിട്ട് പോയാലും മതി. ഡെപ്ത് എടുക്കുന്നത് 6 മീറ്റർ എടുക്കണം, അല്ലെങ്കിൽ ഡിറ്റൻഷൻ പീരീഡ് 30 days ഒക്കെ എടുത്താൽ മതി. ആവറേജ് ഒരു വാല്യൂ ആണ്. അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് വേണേൽ ഇത്ര അസ്യൂം ചെയ്യാം. തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തരും. ഓക്കെ, അപ്പം അതനുസരിച്ച് ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മോയ്സ്ചർ കണ്ടന്റ് അസ്യൂം ചെയ്യേണ്ടത് ചിലപ്പോൾ ഡൈജസ്റ്റർ സ്ലഡ്ജിന്റെ ആയിരിക്കും. അപ്പോൾ അത് എന്തായിരിക്കണം? ഫ്രഷ് സ്ലഡ്ജിന്റെ മോയ്സ്ചർ കണ്ടന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിലും കുറവായിരിക്കണം. അപ്പൊ അത് ആ ഒരു ബോധം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, കുറവായിരിക്കണം എന്നുള്ളത്. കാര്യം നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന എന്തിനാണ്? ഈ ഒരു ഡൈജഷനും അല്ലെങ്കിൽ ഡീവാട്ടറിങ്ങും ചെയ്യുന്ന എന്തിനാ? മോയ്സ്ചർ കണ്ടന്റിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യാനാണ്. അപ്പൊ ആ ഒരു കാര്യം ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് വാല്യൂസ് എത്ര കൊടുക്കണം എന്നൊരു ധാരണ കിട്ടും. ഓക്കെ, ഇതാണ് ഒരു പ്രോബ്ലം. വേറൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, ഡിസൈൻ എ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് ഫോർ 40,000 people. ദ സ്ലഡ്ജ് കണ്ടന്റ് പെർ ക്യാപിറ്റ പെർ ഡേ ഈസ് 0.068 kilogram. The moisture of the sludge is 94%. എന്നുവെച്ചാൽ എന്താ തന്നിരിക്കുന്നത്? ഫ്രഷ് സ്ലഡ്ജിന്റെ മോയ്സ്ചർ കണ്ടന്റ് തന്നിട്ടുണ്ട്. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി വെറ്റ് സ്ലഡ്ജ് ഇസ് 1.02 തന്നിട്ടുണ്ട്. ആൻഡ് 3.5% ഓഫ് ദി ഡൈജസ്റ്റർ വോളിയം ഇസ് ഡെയിലി ഫീൽഡ് വിത്ത് ഫ്രഷ് സ്ലഡ്ജ്. എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഫ്രഷ് സ്ലഡ്ജ് വെച്ചിട്ട് ഡൈജസ്റ്ററിന്റെ ഒരു 3.5% ടോട്ടൽ എന്താണ് വോളിയം ഫ്രഷ് സ്ലഡ്ജ് വെച്ചിട്ട് നിറയുന്നുണ്ട്, ഫില്ലാവുന്നുണ്ടെന്ന്. വിച്ച് ഈസ് മിക്സ്ഡ് വിത്ത് ഡൈജസ്റ്റർ സ്ലഡ്ജ് വെച്ച് പിന്നെ അത് മിക്സ് ചെയ്യും. അങ്ങനെയാണ് ഡൈജഷൻ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഡൈജഷൻ ടാങ്ക് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡ്രൈ കണ്ടന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ 40,000 persons ഉണ്ടാക്കുന്ന ഡ്രൈ അല്ലെങ്കിൽ മോയ്സ്ചറിന്റെ ആ ഒരു സോളിഡിന്റെ വാല്യൂ കണ്ടുപിടിക്കണമല്ലോ അല്ലേ? ഇത് പെർ ക്യാപിറ്റയുടെ വാല്യൂ. അപ്പം അതേ ഇൻറ്റു 40,000 ചെയ്യുമ്പോൾ നമുക്ക്
ഡ്രൈ സ്ലഷ് കണ്ടന്റ് പ്രൊഡ്യൂസ് ബൈ 40,000 പീപ്പിൾ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി 94% ഓഫ് മോയ്സ്ചർ കണ്ടന്റ് അസ്യൂം ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് കിട്ടണമല്ലോ, നമുക്ക് കിട്ടേണ്ട അനുസരിച്ച് നേരത്തെ 95% ആയപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ 5 കിലോഗ്രാം ഓഫ് ഡ്രൈ സോയിൽ വിൽ മേക്ക് 100 കിലോഗ്രാം ഓഫ് വെറ്റ് സ്ലഡ്ജ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ 94% അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6 കിലോഗ്രാം ഓഫ് ഡ്രൈ സ്ലഡ്ജ് വിൽ മേക്ക് 100 കിലോഗ്രാം ഓഫ് വെറ്റ് സ്ലഡ്ജ് എന്ന് കിട്ടും. അങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കേസിൽ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി എന്തെടുക്കണം, അല്ലെങ്കിൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ കേസിൽ ടോട്ടൽ ഡ്രൈ സ്ലഡ്ജിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2720 ആണ്. ഓക്കെ, അപ്പം 100/6 ഇൻറ്റു ഈ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കിലോഗ്രാം ഓഫ് വെറ്റ് സ്ലഡ്ജ് ആ ഒരു സ്ഥലത്ത് ഉണ്ടായെന്ന് മനസ്സിലായി. അപ്പം ഇത് ടണ്ണിലോട്ട് കൺവേർട്ട് ചെയ്താണ് കേട്ടോ. 1000 കിലോഗ്രാം ഈക്വൽ ടു 1 ടൺ എന്നല്ലേ. അപ്പം ഇതേ ഡിവൈഡ് ബൈ 1000 ചെയ്തപ്പോൾ 45.3 ടൺ പെർ ഡേ എന്ന് എഴുതി. ഓക്കെ, നിങ്ങൾ കിലോഗ്രാം എഴുതിയാൽ മതിയെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് വെറ്റ് സ്ലഡ്ജ് പ്രൊഡ്യൂസ്ഡ്, വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്ലഡ്ജ് തന്നിട്ടുണ്ട്, എത്രയാണ്? 1.02 തന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഡെൻസിറ്റി ഓഫ് സ്ലഡ്ജ് ഇൻ ടൺ പെർ മീറ്റർ ക്യൂബ് വേണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ വാട്ടറിന്റെ ഡെൻസിറ്റി ടൺസിൽ പറയുമ്പോൾ 1 ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പം നമുക്ക് തന്നിട്ടുള്ള 1.02 ഇൻറ്റു 1 ചെയ്യുമ്പോൾ സെയിം 1.02 തന്നെ കിട്ടും. ഈ 1.02 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നേരത്തെ 45.3 ടൺ പെർ ഡേ ഇല്ലേ, അതേ ഡിവൈഡ് ബൈ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മീറ്റർ ക്യൂബ് പെർ ഡേയിൽ നമുക്ക് എന്ത് കിട്ടും? വെറ്റ് സ്ലഡ്ജിന്റെ വോളിയം കിട്ടും. എന്ന് വെച്ചാൽ V1ന്റെ വാല്യൂ ആവും. ഓക്കെ, ഇനിയും 4.4 മീറ്റർ ക്യൂബ് ഓഫ് ഫ്രഷ് സ്ലഡ്ജ് ഈസ് ആഡഡ് ടു ദി ടാങ്ക് ഡെയിലി. ഓക്കെ, അപ്പോൾ ഇതാണ് വെറ്റ് സ്ലഡ്ജിന്റെ വോളിയം. അപ്പം ഇത്രയും സ്ലഡ്ജ് ആണല്ലോ എന്ത് 3.5% ഓഫ് ഡൈജസ്റ്റർ കപ്പാസിറ്റി ഫിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിനെ എങ്ങനെ എഴുതാം? 3.5 ഡിവൈഡ് ബൈ 100 ഇൻറ്റു കപ്പാസിറ്റി ഓഫ് ഡൈജസ്റ്റർ എന്ന് പറയുന്നത് ഇത്രയും വോളിയം ആണെന്നുള്ളതാണ് അല്ലേ. അപ്പൊ അതിലെ കപ്പാസിറ്റി ഓഫ് ഡൈജസ്റ്റർ കണ്ടുപിടിക്കാമല്ലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 4.4 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 3.5 ചെയ്യുമ്പോൾ നമുക്ക് കപ്പാസിറ്റി ഓഫ് ഡൈജസ്റ്റർ കിട്ടി. അല്ലാതെ നമ്മൾ നേരത്തെ മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത് അല്ലേ. V2 കണ്ടുപിടിച്ച് പിന്നെ എന്ത് ചെയ്തു? നമ്മൾ ആ ഇക്വേഷനകത്ത് കപ്പാസിറ്റി ഓഫ് ഡൈജസ്റ്ററിനകത്ത് ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തു. പക്ഷെ ഇവിടെ അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയാണ് ഈ ഒരു വാല്യൂ തന്നത്. 3.5% ഓഫ് ഡൈജസ്റ്റർ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത്രയും വോളിയം ആണെന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് കപ്പാസിറ്റി ഓഫ് ഡൈജസ്റ്റർ കിട്ടി. ഇനി എന്തെടുക്കണം? ഡെപ്ത് അസ്യൂം ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക, ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് ഡയമീറ്റർ കണ്ടുപിടിക്കുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ ഈ പ്രോബ്ലത്തിൽ അവർ ജസ്റ്റ് കുറച്ചൊരു ഫ്ലക്ച്വേഷൻസ് ഇച്ചിരി കൂടെ എക്സ്ട്രാ ഒരു കപ്പാസിറ്റിയും കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്തു. 30% എക്സ്ട്രാ ഒരു കപ്പാസിറ്റിയും കൂടെ ആഡ് ചെയ്തു, വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ. അതാണ് പ്രൊവൈഡിങ് 30% അഡീഷണൽ കപ്പാസിറ്റി ഫോർ ഫ്ലക്ച്വേഷൻസ്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ 30% ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് നേരത്തെ കപ്പാസിറ്റി ഇൻറ്റു 1.3 ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ കപ്പാസിറ്റി കിട്ടി. ഇത് ചെയ്യണം എന്നില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ 6 മീറ്റർ ഡെപ്ത് അസ്യൂം ചെയ്തു. അതേ ടോട്ടൽ ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടി. അതേ ഡിവൈഡ് ബൈ 5/4 റൂട്ട് എടുത്തു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ഡയമീറ്റർ കിട്ടും. ഓക്കെ, അപ്പൊ ഹെൻസ് പ്രൊവൈഡ് എ സിലിണ്ടറിക്കൽ സ്ലഷ് ഡൈജഷൻ ടാങ്ക് 6 മീറ്റർ ഡീപ്പ്, 18.7 മീറ്റർ ഡയ വിത്ത് ആൻ അഡീഷണൽ ഹൂപ്പർ ബോട്ടം ഓഫ് 1:1. അത് അങ്ങ് ആ സ്ലോപ്പ് അങ്ങ് കൊടുത്താൽ മതി എപ്പോഴും. 1:1 തൊട്ട് 1:3 വരെ ആകാം. 1:1 സ്ലോപ്പിൽ നമ്മൾ ഹൂപ്പർ ബോട്ടവും കൊടുത്തു എന്ന് അങ്ങ് എഴുതുക. ലാസ്റ്റ് അങ്ങനെ എഴുതണം കേട്ടോ. ഇത്രയും പ്രൊവൈഡിങ് 6 മീറ്റർ ഡെപ്ത്, അത്രയും ഡയമീറ്റർ, 1:1 ഹൂപ്പർ ബോട്ടം കൊടുത്തിട്ട് പിന്നെ ഒരു ഫിഗർ കൂടെ വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഡൈജഷൻ ടാങ്കിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്സിൽ വേറെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഡിസ്കസ് ചെയ്യാം.